ISROയുടെ അത്യാധുനിക വാർത്താവിനിമയ ഉപഗ്രഹമായ GSAT-20 വിക്ഷേപണം വിജയകരം. തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ ഫ്ലോറിഡയിലെ കേപ്പ് കനാവറലിൽ നിന്നായിരുന്നു വിക്ഷേപണം. 34 മിനിറ്റുകൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ ഉപഗ്രഹം വേർപെട്ട് ഭ്രമണപഥത്തിലെത്തി. നാഷണൽ ഡെസ്കിൽ നിന്ന് മാളവിക ചേരുന്നുണ്ട്. മാളവിക, വീണ്ടും ഒരു ചരിത്രം എഴുതിയിരിക്കുകയാണ് ISRO. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ISRO ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വഴി ഈ ബഹിരാകാശത്തേക്ക് ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് ആദ്യമാണെന്ന് തോന്നുന്നു, അല്ലേ? അതെ അതെ സേതു, വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. GSAT-20 ഉപഗ്രഹം വിജയകരമായ ലക്ഷ്യത്തിലെത്തിയിരിക്കുകയാണ്. സേതു പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് 4700 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹമാണ് ഈ GSAT-20 എന്ന് പറയുന്നത്. അപ്പോൾ അത് വഹിക്കാനുള്ള ഒരു ശേഷി ഇന്ത്യൻ റോക്കറ്റുകൾക്ക് ഇല്ല നിലവിൽ. അതുകൊണ്ട് തന്നെ 8300 കിലോഗ്രാം ഭാരം വരെ ഇതേ ഓർബിറ്റിൽ എത്തിക്കാൻ ശേഷിയുള്ള സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിന്റെ സഹായത്തോടു കൂടിയാണ് ഈ ഉപഗ്രഹം GSAT-20 വിക്ഷേപണം നടത്തിയത്. തിങ്കളാഴ്ച, അതായത് ഇന്നലെ അർദ്ധരാത്രി 12:01 കൂടിയാണ് US ഫ്ലോറിഡയിലെ കേപ്പ് കനാവൽ സ്പേസ് ഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് ഉപഗ്രഹം വിക്ഷേപിച്ചത്. സ്പേസ് എക്സിന്റെ ഉടമസ്ഥതയിലുള്ള ഫാൽക്കൺ 9 റോക്കറ്റിലാണ് റോക്കറ്റിലേറിയാണ് GSAT-20 ആകാശത്തിലേക്ക് ഉയർന്നത്. 34 മിനിറ്റുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷമാണ് ഉപഗ്രഹം വേർപെട്ട് ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നത്. ISROയ്ക്ക് കീഴിലെ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് നിർമ്മിച്ച ഉപഗ്രഹമാണ് GSAT-20. ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള, നമുക്കറിയാം, ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള ബഹിരാകാശ സ്ഥാപനമാണ് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 GSAT-20 ഭ്രമണപഥത്തിൽ എത്തിയത്. മുൻപ് ഇത്തരം ദൗത്യങ്ങൾക്ക് ഇന്ത്യ ആശ്രയിച്ചിരുന്നത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഏരിയൻ റോക്കറ്റുകളായിരുന്നു. എന്നാൽ GSAT-24 എന്ന ഉപഗ്രഹം അത് 2023 ഭ്രമണപഥത്തിൽ എത്തുന്നത്. അത് എത്തിച്ചത് ശേഷം എത്തിച്ചത് ഏരിയൻ 5 റോക്കറ്റിലാണ്. ഈ റോക്കറ്റിന്റെ കാലാവധി കഴിയുകയും അതുപോലെ ഏരിയൻ 6 റോക്കറ്റിന്റെ നിർമ്മാണം പൂർത്തിയാക്കാത്ത ഒരു സാഹചര്യവും നിലവിലുള്ളതുകൊണ്ടാണ് ഫാൽക്കൺ 9 റോക്കറ്റ് നമ്മൾ ആശ്രയിക്കാൻ കാരണം. അങ്ങനെ എന്തായാലും വിജയകരമായി GSAT-20 ദൗത്യം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അടുത്ത ഒരു ചരിത്ര നേട്ടം കൂടി നമ്മുടെ ISRO കൈവരിച്ചിരിക്കുകയാണ് സേതു. തീർച്ചയായും മാളവിക, അങ്ങനെ തന്നെയാണ്. ഇന്ത്യയുടെ ഔദ്യോഗിക ബഹിരാകാശ ഏജൻസിയായ ISRO വികസിപ്പിച്ച GSAT-20 വാർത്താവിനിമയ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം വിജയകരമായി നടന്നിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മാളവിക.